നമുക്ക് ഹൈക്കോടതിയിലേക്ക് പോകാം. അവിടെ സുപ്രധാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സ്വർണ്ണപ്പാളികൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനം സംശയകരമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വാതിൽ പാളിയുടെ സ്വർണം മങ്ങിയതിലും സംശയങ്ങളുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഈ വിഷയത്തിലുണ്ട്. നിർണായകമായ ഉത്തരവാണ് വരുന്നത്. ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 6 ആഴ്ചയാണ് സമയം നൽകിയിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നേരിട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഇന്ന് കോടതി നടത്തിയിട്ടുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണം. അതും കൃത്യമായി പ്രത്യേക സംഘം മറുപടി പറയേണ്ടത് ഹൈക്കോടതിയോടാണ് എന്ന കാര്യം കൂടി കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ജിജീഷിലേക്ക് പോകാം. ജിജീഷ്, വളരെ നിർണായകമായ തീരുമാനം ഹൈക്കോടതി എടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ദുരൂഹത ഉണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണം. മോഷണം നടന്നിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്. 6 ആഴ്ചയിലൊരിക്കൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നേരിട്ട് സമർപ്പിക്കണം. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ പുരോഗതി കോടതിയെ ബോധ്യപ്പെടുത്തണം. കൃത്യമായ റിപ്പോർട്ട് നേരിട്ട് അറിയിക്കേണ്ടത് കോടതിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ എത്രത്തോളം നിർണായകമാകുന്നുണ്ട് ഈ ഘട്ടം? കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളി. രാഗി, ഇവിടെ കോടതി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന കാര്യം കോടതി ആവർത്തിച്ചിരിക്കുന്നു. 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ 6 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നത് അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ്. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഒരു നിഗമനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് 2019 സ്മാർട്ട് ക്രിയേഷനിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ്. അതുതന്നെയാണ് നമ്മളെല്ലാം തന്നെ പറഞ്ഞ പോലെ വിജയ് മല്യ കൊടുത്ത അത് യഥാർത്ഥ സ്വർണ്ണപ്പാളി എന്നുള്ള കൃത്യമായ ഒരു നിഗമനം വന്നിരിക്കുന്നു. ഇതിൽ നിന്നും സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് അന്ന് ഉണ്ടായിരുന്നില്ല. പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പുപാളിയാണെന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് വന്നിരിക്കുന്നു. ഏറ്റവും ഗൗരവമായുള്ള ഒരു കണ്ടെത്തൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ തന്നെ സംശയിച്ച പോലെ വലിയ ദുരൂഹത, വലിയൊരു പ്രതിസന്ധി, വലിയ ഒരു കാര്യങ്ങൾ തന്നെ ഇതിന് പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളി എവിടെ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ സമയങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൽ കൃത്യമായ ഒരു ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം കൂടി, ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. സമഗ്രമായൊരു അന്വേഷണം വേണം. നേരത്തെ ജിജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ സമഗ്രമായൊരു അന്വേഷണം വേണം എന്നുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞതിന് പിന്നിലുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതുതന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതായത് അരുൺ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സ്വർണം കൊണ്ടുപോയി പകരം ചെമ്പ് കൊണ്ടുപോയി വെച്ചു എന്ന് കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരിക്കുകയാണ്. 2019 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ്. ഇതിൽ നിന്ന് സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ടായിരുന്നില്ല. പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പ് പാളി എന്ന കണ്ടെത്തൽ. അത് എത്ര വലിയ ഒരു മോഷണത്തിലേക്ക് കേസ് പരിഗണിക്കും. 10 ദിവസത്തിന് ശേഷം വീണ്ടും കേസ് പരിഗണിക്കാനായി ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെ അതെ, ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. 10 ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കാരണം കോടതിക്ക് ഈ ഒരു കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, വിശദമായ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം കോടതിക്ക് നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി. എന്നാൽ അവിടെ ഏറ്റവും പ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല, ദേവസ്വം വിജിലൻസിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുകയാണ്. അത് ക്രമക്കേട് നടന്നു, സ്വർണ്ണക്കവർച്ച നടന്നു എന്ന് ഈ കേസിൽ കക്ഷി ചേർത്തിട്ട് കൂടിയുണ്ട്. രാഗി, ജിജീഷ്, ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നതിനൊപ്പം തന്നെ DGPയെ ഈ കേസിൽ കക്ഷി ചേർക്കുക കൂടി ചെയ്തു ഹൈക്കോടതി. തീർച്ചയായും കോടതി അത്തരമൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് DGPയെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ആ ഒരു അന്വേഷണത്തെ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി DGPയെ കൂടി കക്ഷി ചേർത്തിരിക്കുന്നത്. ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ വിവിധ ക്ഷേത്ര സംഘടനകളും ഹിന്ദു ഐക്യവേദിയും ഹിന്ദു പരിഷത്തും എല്ലാം പറഞ്ഞിരുന്നു അത് എത്രമാത്രം അവരുടെ കീഴിൽ സംസ്ഥാന പോലീസിന് കീഴിലുള്ള ADGP അന്വേഷിച്ചാൽ എത്രമാത്രം
എത്രമാത്രം സുതാര്യത വരുമെന്ന സംശയം പറഞ്ഞിരുന്നു. ഇനി കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം സുതാര്യമാകും? അത് കോടതി കൃത്യമായി തന്നെ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രത്യേക അന്വേഷണ സംഘം മറുപടി പറയേണ്ടത് ഹൈക്കോടതിയിലാണെന്നും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ അന്വേഷണം സുതാര്യമല്ല. അതോടൊപ്പം തന്നെ സർക്കാർ ഏജൻസികൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്ന അട്ടിമറി തിരിമറികൾ ആ സാധനങ്ങളൊന്നും തന്നെ ഈ ഒരു കേസിൽ ഉണ്ടാകരുതെന്നുള്ള കൃത്യമായ ഒരു താക്കീത് കൂടി ഹൈക്കോടതി നൽകുന്നു. ആ ഒരു കാര്യം തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകം സംഘം മറുപടി പറയേണ്ടത് ഹൈക്കോടതിയോടാണെന്നുമാണ് ഹൈക്കോടതി നിലവിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു വിവാദത്തിലേക്ക് കേരളം കണ്ടിരിക്കുന്ന വലിയൊരു തട്ടിപ്പിലേക്ക് വിശ്വാസത്തെ കൊള്ളയടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ ഭഗവാന്റെ മുതൽ സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ പങ്കാളികളാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതിനെ കൃത്യമായി തന്നെ ഹൈക്കോടതി നിശിതമായ ഒരു വിമർശനത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ശബരിമലയിൽ അയ്യൻ്റെ മുന്നിലേക്ക് ഒരു നിമിഷമെങ്കിലും പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഭക്തജന കോടികളൊക്കെ തന്നെ. അവിടെയാണ് ആ ശബരിമലയാണ് ആ പവിത്രമായ ശബരിമലയാണ് വിവാദത്തിൻ്റെ ഭൂമിയിലേക്ക് കഴിഞ്ഞ 2 ആഴ്ചയായി വലിയ ചർച്ചയിലേക്ക് അഴിമതിയുടെ കഥകളൊക്കെ തന്നെ പുറത്തു വരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ആ ഇടപെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും 10 ദിവസത്തിന് ശേഷം വീണ്ടും കേസ് ഹൈക്കോടതി പരിഗണിക്കും. ആ 10 ദിവസം അതായത് കൃത്യമായി അന്വേഷണ പുരോഗതി അടക്കം കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകാനുള്ളത്. എന്തായാലും തട്ടിപ്പിൻ്റെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും ആശ്വാസകരമായ കാര്യം. ജിജീഷ്, തീർച്ചയായും അരുൺ, ഇക്കാര്യത്തിൽ ഭക്തരെല്ലാം തന്നെ അവരുടെ ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് എത്രമാത്രം സത്യം പുറത്തു വരും. കാരണം തങ്ങൾക്കറിയണം ആരാണ് അയ്യന്റെ സ്വർണം കട്ടെടുത്ത ആളുകൾ, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണവർഗം ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ വിഭാഗം ആരാണ് എന്ന് തങ്ങൾക്കറിയണം. ആ സത്യം മനസ്സിലാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അത് അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ ആ ഒരു കാര്യം കൂടി കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്ത് തന്നെ ആയിരിക്കണം കോടതി നിഷ്പക്ഷമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി